എൻ്റെ മക്കള് ഇതുപോലൊരു ഗെയിം കണ്ണ് നിറഞ്ഞു പോയി, കണ്ണ് നിറഞ്ഞു പോയി. സീരിയസ്ലി നമ്മുടെ ചെറുക്കൻ എത്ര നാളത്തെ കാത്തിരിപ്പറിയോ ഈ ഒരു മൊമെന്റ്. എൻ്റെ കൈ നോക്കിയത്, കൈ ഉണ്ടോ, രോമാഞ്ചുണ്ടാ, ഇതെന്താ അമ്മ അതിൻ്റെ രോമാഞ്ചം. എത്ര നാളത്തെ കാത്തിരിപ്പ് ഇങ്ങനൊരു ഇന്നിങ്സിന് വേണ്ടിയിട്ട്. അയ്യോ, ഒന്നും പറയാനില്ല. പൊളി 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 കിടിച്ചു. ഇതായിരുന്നു എൻ്റെ ഒരു ഫീലിങ്സ്. എൻ്റെ പൊന്നു മക്കളെ, രോമാഞ്ചം ഇതുവരെ പോയിട്ടില്ല, സത്യമായിട്ടും പോയിട്ടില്ല. തല പെരുക്കുകയാണ്. എഗെയിൻ പറയുന്നു, എത്ര നാളത്തെ കാത്തിരിപ്പ്, എത്ര നാളത്തെ കാത്തിരിപ്പടെ ഇതുപോലൊരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ മാച്ചല്ല, ഇതുപോലത്തെ ഒരു നമ്മുടെ ചെറുക്കൻ്റെ ഒരു ബാറ്റിങ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി എത്ര നാളത്തെ കാത്തിരിപ്പ്. ഇത് 97 എടുത്തിട്ടുള്ളെങ്കിലും ഇതിനി എത്ര സെഞ്ചുറി അടിച്ചാലും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കും ഈ 97 റൺസ്. അതിൻ്റെ താഴെ ഇനി ബാക്കി ഗെയിംസ് വരത്തുള്ളൂ. ഇതുപോലൊരു നോക്കൗട്ട് മാച്ചിൽ ഇത്രയും പ്രഷറോടെ നിന്ന് ഇങ്ങനെ കളിക്കണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ആണ്, പ്യൂർ എക്സ്പീരിയൻസ് ആണ്. സഞ്ജു ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ ഗെയിം കുറച്ച് ഗെയിമേ കളിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ, ആസ് എൻ IPL പ്ലെയർ, അവൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെ അപ്പുറമാണ്. ഇന്നത്തെ ഗെയിം എനിക്ക് തുടക്കം തൊട്ട് എൻ്റെ പൊന്നോ എത്ര കാമായിട്ട്, ഒരു അഗ്രഷനും ഇല്ലാതെ, ഒരു അലമ്പ് ഷോട്ട് ഇല്ല, പ്യുവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ക്ലാസ്. മൊത്തം 4 6 അടിച്ചുള്ളൂ, 12 4 ആണ്. അതും എല്ലാം നോൺ റിസ്കി ഷോട്ടാണ് കളിച്ചേക്കുന്നത്, നോൺ റിസ്കി ഷോട്ടുകൾ. സാധാരണ സഞ്ജു വിക്കറ്റ് വലിച്ചെറിയുന്ന 2 റീജിയൻ ഉണ്ട്, ഒന്ന് മിഡ് വിക്കറ്റ് ഏരിയയും 2 സ്ക്വയർ ലെഗും. ഈ 2 സ്ഥലത്തോട്ട് ഷോട്ട്സ് കളിച്ചിട്ടാണ് മിക്കവാറും ഔട്ട് ആവുന്നത്. ഇന്ന് ആ ഭാഗത്തോട്ട് കളിച്ചിട്ടേ ഇല്ല. ഒരു സ്ഥിരം ഔട്ട് ആവുന്ന ശൈലിയിൽ ഇന്ന് കളിച്ചിട്ട് പോലും ഇല്ല. സഞ്ജു ബാറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ ആ 2 സ്ഥലത്ത് 2 അവന്മാരെ പവർ പ്ലേയിൽ അങ്ങ് പിടിച്ചിട്ട് അങ്ങോട്ട് ഇവൻ അടിച്ച് തരും, ക്യാച്ച് ചെയ്ത് ഔട്ടാക്കാന്നും പറഞ്ഞിട്ട് ആ പരിസരത്തോട്ട് പോയിട്ടില്ല. ഓൺ ദ സ്റ്റംപ് ബോൾ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് കളിക്കുക. ഇതാണ് പുള്ളി ഇന്ന് കളിച്ചത്. വിക്കറ്റിന് നേരെ വരുന്ന ഒരു ബോൾ പോലും അടിച്ച് പൊക്കിയെടുത്ത് അപ്പുറത്ത് കളയാൻ നിന്നിട്ടില്ല, ഫുള്ള് സ്ട്രെയിറ്റ് കളിച്ചത്. അതും ഇത്ര കാമായിട്ടാണ്. റൺ റേറ്റ് 10 12 ഞാൻ സിംഗിൾ ഇട്ട് കാമായിട്ട് 2 4 ഒക്കെ അടിച്ച് കളയും എന്നുള്ള രീതിയിൽ അത് ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഓരോരുത്തരും ഔട്ടായിരുന്നു, ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ 10 20 റൺ എടുത്തിട്ട് ഔട്ടായി പോവാണ്. അവരെല്ലാരും കൂടെ കൂട്ട് പിടിച്ചിട്ട് ആ ഒരു ഇന്നിങ്സ് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ആൻഡ് അവസാനം ആ ഒരു 4 അടിച്ച് ആ മുട്ട് കുത്തിയിരുന്ന് ഹെൽമെറ്റ് എടുത്ത് താഴെയിട്ട് മേപ്പോട്ട് നോക്കി ദൈവത്തെ വിളിച്ചപ്പം എൻ്റെ സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞുപോയി. ലിറ്ററലി എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അത് കണ്ടപ്പോൾ. എത്ര നാളത്തെ ഒരു സംഭവം എന്നറിയാമോ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്, പറയാതിരിക്കാൻ വയ്യ. സൂര്യകുമാർ ഒന്ന് ഹാറ്റ്സ് ഓഫ് ചെയ്തിട്ടാണ് പുള്ളിയെ ചെയ്തത്. ഗംഭീർ കെട്ടിപ്പിടിച്ച എൻ്റെ ദൈവമേ, ഇതിനേക്കാൾ വലിയൊരു സന്തോഷം ഇന്ന് സന്തോഷിച്ചില്ലെങ്കിൽ ആസ് എ ക്രിക്കറ്റ് ഫാൻ, ആസ് എ മല്ലു, നീ എന്നാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ പോലും ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിട്ടില്ല, ഇത്രയും ഒരു ആവേശം വന്നിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ഇമോഷനാണ്. നമുക്കൊരു എന്താ പറയുക, ഇത്രയും തഴഞ്ഞ ഒരു പ്ലെയർ വേറെ ഇല്ല. ഇത്രയും തഴഞ്ഞ ഒരു പ്ലെയർ 10-11 കൊല്ലമായി കളിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും സ്റ്റിൽ ഇല്ല കയ്യാലപ്പുറത്തെ തേങ്ങ പോലാണ്. ഈ ഒരു ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ തന്നെ സൂര്യകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, സഞ്ജുവിനെ പരിശീലന മാച്ചിൽ പോലും ഇറക്കിയില്ല. എല്ലാവർക്കും ബാറ്റിംഗ് കിട്ടി. ഞാനിങ്ങനെ പരിശീലന മാച്ച് കാണാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ സഞ്ജു ഇറങ്ങും. മറ്റേ സ്കോർ ബോർഡിനകത്ത് സഞ്ജുവിന്റെ പേരാണ് ടോപ്പ് കിടക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം എല്ലാം ഇറങ്ങി ഏറ്റവും അവസാനം അവന് പോലും ബാറ്റിംഗ് കിട്ടില്ല. അവര് അങ്ങ് എഴുതി തള്ളി പോലെ ആയിപ്പോയി. ഫസ്റ്റ് കളി വന്നപ്പോൾ തന്നെ ഓപ്പണിംഗ് ആരാണെന്ന് ചോദിച്ച സമയത്ത് സൂര്യകുമാർ പറയാം, ഓഫ് കോഴ്സ് ഇഷൻ ആൻഡ് തിലക്, ഇങ്ങനെയാണ് പറഞ്ഞത്. ആൻഡ് അഭിഷേക് ശർമ്മ ഔട്ട് ഓഫ് ഫോം ആവുകയും ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കൊണ്ട് ഇന്ത്യക്കാർ പൊറുതിമുട്ടുകയും ഒരു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ വേണമെന്നുള്ള സമ്മർദ്ദം വരികയും വേണ്ടി വന്നു സഞ്ജുവിന് ഒരു പ്ലേയിങ് 11 ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി അത്രയും ഒരു മുത്തശ്ശി കഥ പോലെ അത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു പ്ലെയർ, ഇത്രയും തഴഞ്ഞ ഒരു പ്ലെയർ, അവൻ ഇങ്ങനത്തെ ഒരു മാച്ച് ഒറ്റയ്ക്ക് അടിച്ച് ഇതുപോലത്തെ ഒരു നോക്കൗട്ട് മാച്ചിൽ 195 റണ്ണ് ചേസ് ചെയ്ത് ജയിപ്പിച്ച് ഇന്ത്യയെ സെമി ഫൈനലിലോട്ട് കൊണ്ടുവന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഹങ്കാരവും ഫീലിങ്സും ഉണ്ടല്ലോ എൻ്റെ മക്കൾ.
മക്കളെ അത് 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 എൻ്റെ ഇമോഷനോടെ ക്രിക്കറ്റ് കളി കണ്ടവർക്കത് മനസ്സിലാവും. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇപ്പോഴും ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര ആവേശത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എത്ര തവണ ആ ഒരു എൻഡിങ് അടിച്ച് ജയിപ്പിച്ചിട്ട് ആ മുട്ടുകുത്തിരിക്കുന്ന ഒരു സാധനം എത്ര തവണ കണ്ടെന്നറിയാവോ? എത്ര തവണ കണ്ടിട്ടും മതിയാവുന്നില്ല. അത്രയുണ്ട്. അയ്യോ, ഇത് ഇന്ത്യയുടെ ഹയസ്റ്റ് T20 വേൾഡ് കപ്പിലെ ചേസ് ആണ്. ഇതിനു മുമ്പ് 173 ആയിരുന്നു. അത് 2014 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ചേസ്, അതും ഒരു ചേസിൽ ഒരു ഇന്ത്യൻ ബാറ്റർ എടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആണ് സഞ്ജു എടുത്തത്. ഇതിനു മുമ്പ് വിരാട് കോഹ്ലി ആയിരുന്നു 82 റൺസ്. ഇത് സഞ്ജു 97 റൺസ് ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു പിടി മൊമെന്റ്സ്, റെക്കോർഡ്സ്, ചരിത്രം കുറിച്ച ഒരു ദിവസം. ഈ ഗെയിം ഭയങ്കര ഇമോഷണലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്ലെയറിന്റെ പുറകിൽ ക്യാമറ ഇങ്ങ് സഞ്ചരിക്കുക. സഞ്ജുവിനെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുവിട്ട് അവനെ എവിടം വരെ നടക്കുന്നത് വരെ ക്യാമറയിൽ സൂം ചെയ്തെടുക്കാവോ അത് മൊത്തം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വരെ ഒപ്പി നമ്മളെ കാണിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഇമോഷൻസ് ഇവന്മാർക്ക് ബ്രോഡ്കാസ്റ്റേഴ്സിന് വരെ അറിയാം. ഞാൻ ഇതുവരെ ഒരു മാച്ചിലും അങ്ങനെ കണ്ടിട്ടില്ല. ഡ്രസ്സിംഗ് റൂമിൽ വരെ കെട്ടിപ്പിടുത്തവും ഈ കാര്യങ്ങളും വരെ നമ്മളെ കാണിച്ചു. ഈ അടുത്തിടെ നമ്മൾ ഇതുവരെ ഈ T20 വേൾഡ് കപ്പിൽ അങ്ങനെ സംഭവം എത്രയോ പേര് അടിച്ച് ജയിപ്പിച്ചു, ഇതുവരെ കണ്ടോ അങ്ങനെ? ഇല്ല. അയ്യോ, ഇത് അവന്മാർക്ക് അറിയാം ആ ഇമോഷൻസ് മാക്സിമം സെല്ല് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. വാട്ടെവർ, എൻ്റെ പൊന്നു മക്കളെ, ഇത് ഒന്നൊന്നര സംഭവം, ഒന്നൊന്നര ഐറ്റം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാച്ചിനെ പറ്റി പറയാൻ എനിക്ക് പറ്റണില്ല. അത്രയും ആവേശത്തിരുന്നാണ് സംസാരിക്കുന്നത് സത്യമായിട്ടും. അയ്യോ, എന്താണെങ്കിലും നമുക്ക് ഒന്നേ തുടങ്ങാം. ഇന്ത്യക്ക് ടോസ് കിട്ടി, ബോളിംഗ് തെരഞ്ഞെടുത്തു ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് തുടക്കത്തിൽ ഒന്ന് ഞെട്ടിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കറക്റ്റ് പ്ലാൻ ഫസ്റ്റ് ഇന്നിങ്സിൽ എക്സിക്യൂട്ട് ചെയ്തു. അവന്മാരുടെ തുടക്കത്തിലെ ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു 200 സ്കോർ ആണ് ഇവന്മാർ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു സ്കോറിൽ അവന്മാർ അച്ചീവ് ചെയ്തു. ഇവന്മാരുടെ പ്ലാൻ മൊത്തം പാളിപ്പോയത് ഒരേ ഒരു വ്യക്തി കാരണമാണ്, സഞ്ജു കാരണം. സഞ്ജുവിനെ പൂട്ടാൻ പല രീതിയിൽ അവന്മാർ ഫീൽഡൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ ഒരിടത്ത് പോലും ഒരു ഡ്രോപ്പ് ക്യാച്ച് പോലും ഇല്ലല്ലോ. ഒരു LB അപ്പീലുണ്ടോ? അല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു സാധ്യത പോലും അവർക്ക് കൊടുത്തില്ലെന്നുള്ളതാണ്. എല്ലാം നല്ല പെർഫെക്റ്റ് ഷോട്ട്. അവർക്ക് അപ്പീൽ ചെയ്യാൻ പോലും ഉള്ള ഒരു സാധ്യത കൊടുത്തില്ല. എഡ്ജ് പിടിച്ച് ഓഫിലോട്ട് പോലും ബോൾ പോയിട്ടില്ല. അത്രയും കിടിലം ബാറ്റിംഗ്, അത്രയും പ്യുവർ ക്ലാസ്. ഇത് 2020 തിമിർത്തടി സാധനമൊന്നും ഞാൻ പറയത്തില്ല. സ്ട്രൈക്ക് റേറ്റ് സ്റ്റിൽ ഓൾമോസ്റ്റ് 200-ന് 194 ഉണ്ട്. എന്നാൽ ഈ 194 സ്ട്രൈക്ക് റേറ്റ് വെച്ച് ഇമാതിരി ക്ലാസ് കളി കളിക്കാൻ പറ്റുന്നത് കാണിച്ചു തന്നല്ലോ. അൺബിലീവബിൾ. ആൻഡ് വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്നിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാർ ആദ്യത്തെ പ്ലാനിങ് തന്നെ അവന്മാരുടെ പവർ പ്ലേയിൽ വിക്കറ്റ് പോകരുത്, ഇന്ത്യക്ക് പവർ പ്ലേയിൽ വിക്കറ്റ് കൊടുക്കരുത് എന്നുള്ളതാണ്. അത് അവന്മാര് ഈ റസൻ ചേസിനെയും ഷേ ഹോപ്സിനെയും ഓപ്പണിങ്ങിന് പറഞ്ഞു വിട്ടപ്പം ചേസ് തന്റെ ഇന്റർനാഷണൽ T20 കരിയറിൽ ആദ്യമായിട്ടാണ് ബാറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതും ഇതുപോലൊരു നോക്കൌട്ട് മാച്ചിൽ. അതിനകത്ത് അവന്മാർ സക്സസ്ഫുൾ ആയി. ഇന്ത്യക്കെതിരെ ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും ഹൈയസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആണ് ഇന്ന് അവന്മാർ രണ്ടുകൂടെ എടുത്തിട്ടത്, 68 റണ്ണ്. അത് സക്സസ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവന്മാരുടെ ഒരു ടാർഗറ്റ് ഒരു 200 റണ്ണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയെ പിടിച്ചു കിട്ടാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവന്മാർ വന്നത്. ആൻഡ് വൺ മോർ തിങ്, ഈ റസ്റ്റൻ ചേസിന്റെ T20 കരിയറിൽ അവന്റെ സ്ട്രൈക്ക് റേറ്റ് 120 ആണ്. പക്ഷെ ഇന്ത്യക്കെതിരെ ഈ സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്തവന്മാർ വരെ വന്ന് അടിക്കുന്നു. ആദ്യമായിട്ടാണ് അവൻ T20 വേൾഡ് കപ്പിൽ 6 അടിക്കുന്നത്. കഴിഞ്ഞ കളിയിലെ ബ്രയൻ ബെനറ്റ് അവനും ആദ്യമായിട്ടാണ് T20 വേൾഡ് കപ്പിൽ 6 അടിക്കുന്നത്, അതും ഇന്ത്യക്കെതിരെ. ഇന്ന് ഈ റസൻ ചേസിന്റെ സ്ട്രൈക്ക് റേറ്റ് 160. ഇതുവരെ ടെസ്റ്റ് പോലെ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാ അവൻ വരെ എടുത്തിട്ട് അടിച്ചു. ആൻഡ് ഇന്ത്യയുടെ ബോളിംഗ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട കാര്യം ബുംറ. അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നു ഇവന്മാര് 250 ഒക്കെ അടിച്ച് കയറ്റിയാണ്. ബുംറയ്ക്ക് കമ്പാരിറ്റീവ്ലി അടി കിട്ടി. ബുംറയ്ക്ക് അത്ര അടി കിട്ടാറുള്ളതല്ല, പക്ഷെ എന്നാൽ പോലും കിടിലമായിട്ട് അത് ഹിറ്റ്മെയറിന്റെ ഒക്കെ ആ വിക്കറ്റ് ഒന്നും പറയാനില്ല. 10 ഇന്നിങ്സിൽ നിന്ന് 6 തവണയാണ് ഹിറ്റ്മെയറിനെ ബുംറ ഔട്ടാക്കിയിട്ടുള്ളത്. 10 ഇന്നിങ്സിൽ നിന്ന് 6 തവണ, ഒന്ന് ആലോചിച്ച് നോക്ക്. സോ പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം ഇന്ത്യയുടെ ഫീൽഡിങ്, പ്രത്യേകിച്ച് ക്യാച്ച് എടുക്കുന്നതിനകത്ത് ഇന്ത്യയുടെ ക്യാച്ചിങ് എഫിഷ്യൻസി ഈ T20 വേൾഡ് കപ്പിൽ ഇത്രയും മോശം ക്യാച്ചിങ് എഫിഷ്യൻസി ഉള്ള വേറെ ഒരു ടീമില്ല. ഇത്രയും മോശം ക്യാച്ചിങ് എഫിഷ്യൻസി ഉള്ളത്. ഇന്ന് ഇവന്മാരും കുറച്ച് നമുക്ക് ഫേവർ ചെയ്തു. ഒന്ന് സൂര്യകുമാറിന്റെ ക്യാച്ച് കളഞ്ഞ്, 2 ഹാർദിക്കിന്റെ ക്യാച്ച് കളഞ്ഞു. അത് വലിയൊരു ഫേവർ ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അവന്മാർ 2 ക്യാച്ച് കളഞ്ഞു. പക്ഷെ ഇന്ന് അഭിഷേക് 2 ക്യാച്ചാണ് കളഞ്ഞത്. ആ 2 ക്യാച്ച്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി 1 റൺഔട്ടും കൊണ്ട് കളഞ്ഞു, 1 ബൗണ്ടറിയും കളഞ്ഞു. പിന്നെ തിലക് വർമ്മ
ഒരു ക്യാച്ച് കളഞ്ഞു. അത് പിന്നെ അത്യാവശ്യം ഒരു ഹാർഡ് ടഫ് ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നെങ്കിലും പറയാം. പക്ഷെ ഈ അഭിഷേക് കൊണ്ട് കളഞ്ഞത് രണ്ടും എടുക്കാൻ പറ്റുന്ന ക്യാച്ച്. ഈ വരുൺ ചക്രവർത്തി എന്താണ് കാണിക്കുന്നത്? പ്രോപ്പർ ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റംപ് റൺഔട്ട് ആണത്. പിന്നെ വെസ്റ്റ് ഇൻഡീസിന് ഇന്നിംഗ്സിനകത്തോട്ട് വരുവാണെങ്കിൽ 5th വിക്കറ്റ് പാർട്ണർഷിപ്പ് 38 വാളെ 76 റൺ, ഹോൾഡറും പവലൂടെ ചേർന്നിട്ട്. ഹോൾഡർ ഇത്രയും ഒരു ക്ലച്ച് പ്ലെയർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 കളിയിലും വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോർ ഈ രീതിയിൽ എത്തിച്ചത് ഇവനാ, ഈ ഹോൾഡറാ. ഈ മാച്ചിൽ 22 ബോളിൽ 37 റൺ, അത് ബുംറ വരെ അവൻ തൂക്കി 6 അടിച്ച്. കഴിഞ്ഞ കളിയിൽ ഇതിന് തൊട്ടുമുമ്പുള്ള കളി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 83-ന് 7 എന്നുള്ള നിലയിൽ നിന്ന് 176-ന് 8 എന്ന നിലയിലേക്ക് വലിയൊരു ഫ്ലോപ്പിൽ നിന്ന് എത്തിച്ച ഒരു പ്ലെയർ ആണ്. ആ കളിയിൽ 31 വാളെ 49 റൺ എടുത്ത് പറയാതിരിക്കാൻ പറ്റും. കിടിലൻ പ്ലെയർ ആണ് ഹോൾഡർ, ഉള്ള കാര്യം പറയാലോ. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യ ഏറ്റവും വലിയ ചേസിലാണ് ഇറങ്ങുന്നത്. വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേസിലാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അതിന്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ട്. 195 റൺസ് എന്ന് പറയുന്നത്, അതും വേൾഡ് കപ്പിൽ ഒരു നോക്കൌട്ട് മാച്ചിൽ, അത് പ്രഷർ തന്നെയാണ്. അഭിഷേകിന്റെ ആ ഒരു ഋതം ഉണ്ടല്ലോ, പഴയ ഒരു ഋതം, അതങ്ങോട്ട് കിട്ടണില്ല പുള്ളിക്ക്. ഇന്ന് 11 വാളേന്ന് 10 റൺ എന്തോ ആണ് എടുത്തത്. 11 ബോളേന്ന് 7 ഡോട്ട്. പുള്ളിക്ക് അങ്ങോട്ട് ബാറ്റ് കണക്ട് ചെയ്യാൻ പറ്റണില്ല. സെക്കൻഡ് ബോൾ 4 അടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഓക്കെ ഇത് സെറ്റ് ആയിരിക്കും. പക്ഷെ അഭിഷേകിന്റെ ആ ഒരു ട്രിക്ക്, ആ ബാറ്റ് ചെയ്യുന്ന ശൈലി കുറെ ആളുകൾക്ക് മനസ്സിലായി. ഇവൻ റൂം എടുത്തിട്ട് ഓഫിലോട്ട് കളിക്കുന്നതൊക്കെ അത് ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ അതനുസരിച്ചിട്ടാണ് ബോൾ ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തർ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സെയിം വെയിലാണെന്ന് തോന്നുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഭിഷേക് ഔട്ട് ആയത്. ഇന്നത്തെ സെയിം വെയിൽ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഔട്ട് ആയത്. ഫസ്റ്റ് പവർ പ്ലേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ടഫ് ആയിരിക്കും ഉമ്മാരുടെ ഈ ചേസ്. പവർ പ്ലേ 55 റണ്ണ് 2 വിക്കറ്റ് അങ്ങ് പോയി. അപ്പോഴും സഞ്ജു ക്രീസിൽ നിപ്പുണ്ട്. സഞ്ജു ക്രീസ് ചെയ്യുമ്പോൾ അറിയാലോ, ഈ തുടക്കം തൊട്ട് ഇന്ത്യയുടെ ഇന്നിങ്സ് തീരുന്നത് വരെ ചങ്കിടിപ്പ്. ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ, നീ അങ്ങ് ഔട്ടായി പോടാ മോനെന്ന്. സീരിയസ്ലി ഞാൻ വിചാരിച്ചു. കാര്യം നമ്മതിരി ചങ്കിടിപ്പടയെ ഇവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ. അന്നേരം ആദ്യം ഒരു 25 റണ്ണായി, 25 റണ്ണായി, 30ആയപ്പോ 50ആയപ്പോ ഇനി ഔട്ടായാലും കുഴപ്പമില്ല, ഇനി ചീത്തപ്പേരൊന്നും കിട്ടത്തില്ലല്ലോ. 50 റണ്ണ്, 80ആയപ്പോ 80 റണ്ണ്. പിന്നെ കളിയും കൂടെ ജയിച്ചപ്പോഴത്തേക്ക് ഇത്രയും ഈ തുടക്കം തൊട്ടുള്ള ആവേശം ഇതെല്ലാം കൂടെ കേറി ഭ്രാന്ത് പിടിച്ചു പോയി എനിക്ക് കളി കൊണ്ട് തീർന്നപ്പോഴത്തേക്ക്. പിന്നെ അവന്റെ ഇമോഷനും ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി സത്യം. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരു കൊണച്ച പരിപാടി. ഫസ്റ്റ് 6 ഓവർ എന്ന് വെച്ചാൽ ഫസ്റ്റ് പവർ പ്ലേ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റേഡിയത്തിൽ ഒരു 3 മിനിറ്റ് ലേസർ ഷോ ഉണ്ട്. ഈ പരിപാടി ഇത് IPL അല്ല, ഇത് T20 വേൾഡ് കപ്പ് ആണ്. അവിടെ വന്നിരിക്കുന്ന കാണികൾ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്, അത് അവർ കളി കാണാൻ വേണ്ടി വന്നതാണ്. ഇത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന കളിയാണ്, അല്ലാതെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് അല്ല. അത് മനസ്സിലാക്കണം. ഓരോ പ്ലെയറും ഗ്രൗണ്ടിലോട്ട് വന്നിട്ട് ആ ലൈറ്റിനോടൊക്കെ കണ്ണൊക്കെ അഡാപ്റ്റ് ആയി വന്ന സമയത്ത് ലൈറ്റ് ഫുൾ ഓഫ് ആക്കിയിട്ട് ലേസർ ഷോ നടത്തുമ്പോഴത്തേക്ക് എന്തൊരു ഡിസ്റ്റർബൻസ് ആണ് ആ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. അതും പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലെ ഒരു ടൂർണമെന്റിൽ ഭയങ്കര റോങ് പരിപാടി. അയ്യേ, ഉമ്മാരെന്ത് പൊട്ടന്മാരാണ് ഉമ്മാര്. ഞാൻ വിചാരിച്ചു ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ വിക്കറ്റ് 1-2 എണ്ണമൊക്കെ പോകുമായിരിക്കുമെന്ന്. ദൈവാധീനം കൊണ്ട് വിക്കറ്റ് ഒന്നും പോയില്ല. പിന്നെ സഞ്ജുവിനെ പറ്റി ഇന്ന് തുടക്കം തൊട്ട് ഒടുക്കം വരെ പൊക്കിയടിയാണ്. ദിനേശ് കാർത്തിക്, രവി ശാസ്ത്രി, സുനിൽ ഗവാസ്കർ മാറി വന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് തൂക്കിയടിയ. സഞ്ജു ഓരോ ഷോട്ട് കളിക്കുമ്പോഴും ഗവാസ്കർ വന്നിട്ട് ദിസ് ഈസ് നോട്ട് ആൻ ഈസി ഷോട്ട് ടു പ്ലേ, വെരി ഡിഫിക്കൽട്ട് വൺ എന്നും പറഞ്ഞിട്ട് എല്ലാ ബോളും അടുത്ത ബോൾ പറഞ്ഞിട്ട് ദിസ് ഈസ് നോട്ട് ആൻ ഈസി ഷോട്ട് ടു പ്ലേ എന്നും പറഞ്ഞിട്ട് എന്റെ പൊന്നെ സഞ്ജുവിനെ അങ്ങ് തൂക്കിയടിക്കുകയായിരുന്നു. ഭയങ്കര പൊക്കിയടിയാണ്. അത് ഈ വലിയ സ്കോർ എത്തിയില്ല, ഒരു 10-25 റണ്ണായപ്പോ തന്നെ അങ്ങ് തൂക്കിയടിയാണ്, ഭയങ്കര പൊക്കിയടി. അവസാനം ഈ സഞ്ജു 50 ആയ സമയത്ത് ഈ ദിനേശ് കാർത്തിക് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, 50 ആയ സമയത്തും അവൻ ഭയങ്കര കാമായിട്ട് വന്നിട്ട് ക്രീസിൽ മാർക്ക് ചെയ്ത് ടേക്ക് ദ ഗാർഡ് എന്നിട്ട് ഒന്നേന്ന് അവൻ തുടങ്ങി. ഈ കളി തീർന്നിട്ടില്ല, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല, ഇവിടം തൊട്ടാണ് ഞാൻ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നേന്ന് തുടങ്ങിയത്. ദിനേശ് കാർത്തിക് ഈ സാധനമൊക്കെ കമന്റ് ബോക്സിൽ ഇത് പറയുമ്പോൾ എന്റെ പോലെ ഞാനിവിടുന്ന് കോരിത്തരിക്കുമായിരുന്നു. അമ്പോ, അവൻ സീരിയസ്ലി ചെയ്ത കാര്യമാണ്. 50 അടിച്ച് സാധാരണ ഒരു 50 ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഏതെങ്കിലും ഒരു കണാകുണ ഷോട്ടൊക്കെ അടിച്ച് എന്തെങ്കിലും ഒരു ഔട്ട് ആവാനൊക്കെ കണാകുണ ഷോട്ടൊക്കെ അടിച്ച് മാക്സിമം റണ്ണ് കയറ്റാൻ, അല്ലെങ്കിൽ ഒരു വെപ്രാളം പിടിച്ച പരിപാടി കാണിക്കുന്ന ഒരു രീതിയുണ്ട് പ്ലേയേഴ്സിന്. പക്ഷെ 50 അടിച്ചോ, ഓക്കെ 50 അല്ലേ ആയുള്ളൂ, കളി തീർന്നിട്ടില്ല. അത് ആ കളി ജയിപ്പിക്കണം, എനിക്ക് ഈ കളി ജയിപ്പിക്കണം എന്നൊരു ഡിറ്റർമിനേഷനോട് കൂടിയാണ് ആ ബാറ്റിംഗ് ആ മാച്ച് ഈ കളി സഞ്ജു കളിച്ചത്. ഒരിടത്ത് പോലും ഒരൊറ്റ സ്ഥലത്ത് പോലും എനിക്ക് സെഞ്ചുറി അടിക്കണമെന്ന് പറഞ്ഞ് കളിച്ചിട്ടില്ല. ഒരൊറ്റ എടുത്ത് പോലും കളിച്ചിട്ടില്ല സെഞ്ചുറി അടിക്കണമെന്ന് പറഞ്ഞിട്ട്. സീരിയസ്ലി അവന് വേണമെങ്കിൽ ഈസി ആയിട്ട് സെഞ്ചുറി അടിക്കാം, പക്ഷെ കളിച്ചിട്ടില്ല. ടീം ജയിക്കണം, ഇത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞു മാത്രമാണ് കളിച്ചത്. അതാണ് ഈ
ഒരു ഗെയിമിനകത്ത് എനിക്ക് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു സാധനം അതാ. ഒരിടത്ത് പോലും സെഞ്ചുറി എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിന് വേണ്ടി കളിച്ചിട്ടില്ല. പിന്നെ ഒരിടത്ത് പറയുമ്പോൾ എല്ലാം പറയണം, ഒരിടത്ത് മാത്രം സഞ്ജു ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്. പല സമയത്തും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് 2 ഓടാൻ വേണ്ടി ഓടുമ്പോൾ സമയത്ത് സഞ്ജു വളരെ സ്ലോ ആയിട്ടാണ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്തിനാണ് ഫാസ്റ്റ് ആയിട്ട് ആക്കുന്നത്? ഒരു അലസത, റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അലസത ഫീൽ ചെയ്തു. 2 ടൂസിനകത്ത് അങ്ങനെ സംഭവം ഉണ്ടായി. ഒന്ന് തിലകുമായിട്ടുള്ള സമയത്തും ഒന്ന് ഹാർദിക്കുമായിട്ടുള്ള സമയത്തും. ഒരു തവണ ഓടിയില്ല, തിലക് ഫാസ്റ്റ് ആയിട്ട് 2-ന് വേണ്ടി ഓടിയിട്ടും സഞ്ജു ഓടിയില്ല. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ് ഒരു ചെറിയൊരു അലസത സീരിയസ്ലി ഫീൽ ചെയ്തു. അല്ലാതെ വേറെ ഒന്നും ഇന്ന് സഞ്ജു ഇന്നിങ്സിനെ പറ്റി പറയാനില്ല. ഒരു ചാൻസ്, ഓരോ ക്ലൂവോ ഒപ്പോണന്റിന് കൊടുക്കാത്ത രീതിയിലുള്ള നല്ല പെർഫെക്റ്റ് പ്യുവർ ക്ലാസ് ഇന്നിങ്സ്. പിന്നെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ ഫീൽഡിംഗ് കൂടെ കുറച്ച് മോശമായതിന്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. 2-3 4 തന്നെ അവന്മാരെ തന്നെ ദാനം ചെയ്തു. ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസിന്റെ ഫീൽഡിംഗ് ഈസ് ഈക്വൽ ടു ഹെറ്റ്മെയർ എന്ന് വേണം കൊടുക്കാം. ക്യാച്ച് പിടിക്കണമെങ്കിൽ ഹെറ്റ്മെയർ വേണം എന്നുള്ളൊരവസ്ഥ. ഇത് എവിടെ വാള് പൊങ്ങിയാലും ഈ നാരിയുടെ കയ്യിലാണ് പോയിരിക്കുന്നത്. എവിടെ പോയാലും 3 ക്യാച്ചാണ് അവർ ഇന്ന് പിടിച്ചത്. ബാക്കി കൊടുത്ത അവന്മാരൊന്നും പിടിച്ചതുമില്ല. ഹോൾഡർ എങ്ങാണ്ട് ഏറ്റവും അവസാനം ഹാർദിക്കിന്റെ എങ്ങാണ്ട് പിടിച്ചില്ല. റൂദർഫോർഡ് ഒരു ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ല ക്യാച്ചായിരുന്നു. ബാക്കി എല്ലാ അവന്മാരും കണക്കായിരുന്നു. ഇന്നത്തെ ഫീൽഡിംഗ് 2 ടീമിനെ വളരെ മോശമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. T20 വേൾഡ് കപ്പിലെ സെക്കൻഡ് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ആണ് ഇന്ന് സഞ്ജു എടുത്തത്, 97. ഫസ്റ്റ് സുരേഷ് റെയ്നയുടെ 101 റൺ, അത് 2010 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. അതുപോലെ തന്നെ 3rd ഹയസ്റ്റ് ചേസ് ഇൻ T20 വേൾഡ് കപ്പ്. അതുപോലെ തന്നെ ഇന്ത്യ ഇന്നത്തെ ജയത്തോടു കൂടി ഇന്ത്യയുടെ 6ാമത്തെ സെമിഫൈനലാണ്. ഇപ്പം പാകിസ്ഥാൻ 6 സെമിഫൈനലായിട്ടുണ്ട്, ഇംഗ്ലണ്ട് 6 സെമിഫൈനലായിട്ടുണ്ട്, ഇന്ത്യ 6 സെമിഫൈനലായിട്ടുണ്ട്. വേറെ ആരും 6 സെമിഫൈനലിൽ കളിച്ചിട്ടില്ല. പിന്നെ കൊൽക്കത്തയെ വെച്ചായിരുന്നല്ലോ ഇന്നത്തെ കളി. ഈ കൊൽക്കത്തയെ വെച്ചിട്ട് ഇതുവരെ വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് 4 കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നോട് കൂട്ടി 5ാമത്തെ കളിയാണ്. 5 കളിയിലും ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. അതും ഒരു റെക്കോർഡാണ് ഇന്ത്യക്ക്. കൊൽക്കത്തയിൽ ഇതുവരെ വെസ്റ്റ് ഇൻഡീസിന് ഇന്ത്യ തോപ്പിക്കാൻ പറ്റിയിട്ട്. അപ്പൊ സെമിഫൈനലിൽ കയറിയ ടീംസ് സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്. പാകിസ്ഥാൻ പുറത്തായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പാകിസ്ഥാൻ ശ്രീലങ്ക മാച്ച് അയ്യോ കിടിലൻ കളിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര മാറി മറിഞ്ഞ ഒരു കളിയായിരുന്നു. ഏറ്റവും അവസാനം ഷാനകയുടെ ബാറ്റിംഗ്. വല്ലപ്പോഴും ഇവൻ കളിക്കത്തുള്ളൂ, പക്ഷെ കളിക്കുന്ന കളിയൊക്കെ അയ്യോ തീയാണ്. പ്രീമിയം ബൗളേഴ്സിനെ ഉസ്മാൻ താരീഖിനെ ഒക്കെ പിറക്കിയിട്ട് അടിച്ച് കണ്ടം കാണിച്ച്. ഉസ്മാൻ താരീഖിന്റെ എല്ലാ കളിയിലും വിക്കറ്റ് കിട്ടുമെന്നുള്ള അവന്റെ 26 മാച്ചിന്റെ സ്ട്രീക്ക് ഉണ്ടായിരുന്നു, അത് ഇന്നലെ അങ്ങ് തീർന്നു. 4 ഓവർ 40-45 റണ്ണം കണ്ട് ഇന്നലെ അവനെ തൂത്തു പറക്കിയിട്ട് അടിച്ചു. അതുപോലെ തന്നെ ഷൈൻ അഫ്രീദി ആ ലാസ്റ്റ് ബോളെ അവൻ വൈഡ് എറിഞ്ഞ് അമ്പയർ വൈഡ് വിളിച്ചതുമില്ല, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ബോളിലൂടെ അവൻ 6 അടിച്ചിട്ട് മിക്കവാറും കളിയങ്ങ് തൂത്തേനെ. അമ്മാതിരി മാച്ചായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഇന്നലെ ജയിച്ചെങ്കിലും പുറത്തായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സെമി സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലൻഡ് മാർച്ച് 4-ാം തീയതി ഇഡൻ ഗാർഡനിൽ വെച്ചിട്ട്. പിന്നെ സെക്കൻഡ് സെമി ഇന്ത്യ ഇംഗ്ലണ്ട് മാർച്ച് 5-ന്, അത് മുംബൈ വെച്ചിട്ടാണ്, വാങ്കഡ വെച്ച്. ഇംഗ്ലണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അവന്മാര് നേപ്പാളിന്റെ കൂടെ ഒക്കെ മുക്കിയൊക്കെ ജയിച്ചെങ്കിലും പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അവന്മാരുടെ കളിയൊക്കെ നൈസാണ്. ജോസ് ബട്ട്ലർ ഒന്നും കളിക്കുന്നില്ല, അതൊക്കെയാണ് അവന്മാരുടെ മെയിൻ ഇഷ്യൂ. പക്ഷെ എന്നാൽ പോലും അവന്മാർ കിഡിലുമാണ്. ലാസ്റ്റ് കളിയില്ല, ന്യൂസിലൻഡിനെ തോപ്പിച്ചൊക്കെ ഒന്നും ഇല്ലാത്തടുത്ത് അടിച്ച് ജയിച്ച് കയറി വന്നില്ല. പ്രത്യേകിച്ച് വിൽ ജാക്സ് 7 കളിയിൽ 4 കളി വിൽ ജാക്സ് മാൻ ഓഫ് ദി മാച്ച് അമ്പോ. അപ്പം ഇംഗ്ലണ്ടിനെ നമുക്ക് വില കുറച്ച് കാണാൻ പറ്റത്തൊന്നുമില്ല. മിക്കവാറും എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഇന്ത്യ ജയിക്കും, സൗത്ത് ആഫ്രിക്കയും ജയിക്കും. സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ അഹമ്മദാബാദി വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലത്തെ കൂട്ട് വീണ്ടും ഫൈനൽ വരും. സൗത്ത് ആഫ്രിക്ക ജയിക്കും, കപ്പടി. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് പ്രതികാരം തീർക്കാൻ ഒരു സാധ്യത ഇന്ത്യ അധികാരം കൊടുക്കുമെന്ന് തോന്നുന്നു. ഈ അഹമ്മദാബാദ് തൊലിഞ്ഞ സ്റ്റേഡിയത്തിൽ വെച്ച് എന്തിനാണ് നടത്തുന്നത്? അതൊരു എരണമില്ലാത്ത സ്റ്റേഡിയം കണ്ടാണ് ഇന്ത്യക്ക്. മാത്രമല്ല ഈ സൗത്ത് ആഫ്രിക്ക എനിക്ക് കൂടുതലും ഈ അഹമ്മദാബാദിലാണ് കളിച്ചിട്ടുള്ളത്. അവന്മാർക്ക് അവിടുത്തെ പിച്ച് ഹോം ഗ്രൗണ്ട് പോലെ കണ്ടാണ് ഈ സൗത്ത് ആഫ്രിക്കക്കാർക്ക്. അവിടെ വെച്ച് നടത്തേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് നടത്തിയാലും മതിയായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, എനിക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ വയ്യ. അപ്പൊ ഇതാണ് ഗൈസ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ശരി, ബൈ.